നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അസാധാരണ യാത്രയുടെ കഥയിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. ഏതാണ്ട് 250 വർഷങ്ങൾക്ക് മുൻപ്, ഇന്നത്തെ പോലെ വിമാനങ്ങളോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത്, കേരളത്തിലെ മലബാറിൽ നിന്ന് യൂറോപ്പിലേക്ക് 2 വൈദികർ നടത്തിയ ഒരു യാത്ര. ഇതൊരു സാധാരണ യാത്രയായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ സഭയുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള ഒരു സാഹസിക ദൗത്യമായിരുന്നു. ശരിയാണ്. നമ്മുടെ കയ്യിലുള്ള പ്രധാന ഉറവിടം ഈ യാത്രയിൽ പങ്കെടുത്ത തോമ കത്തനാർ തന്നെ എഴുതിയ വർത്തമാന പുസ്തകം എന്ന ഗ്രന്ഥമാണ്. അതെ, മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം. മാർ യൗസേപ്പ് കരിയാറ്റിലും തോമ കത്തനാരും നടത്തിയ ഈ ചരിത്രയാത്രയുടെ ആ തുടക്കത്തിലെ സംഭവബഹുലമായ നിമിഷങ്ങളാണ് നമ്മളിന്ന് വിശദമായി പരിശോധിക്കുന്നത്. ഈ യാത്രയുടെ ഒരു പശ്ചാത്തലം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. അന്ന് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സഭ, അതായത് മലങ്കര സഭ, ലത്തീൻ മിഷണറിമാരുടെ അധികാരവുമായി ചില തർക്കങ്ങളിലായിരുന്നു. അപ്പോൾ തങ്ങളുടെ പാരമ്പര്യങ്ങളും ഭരണപരമായ അവകാശങ്ങളും സംരക്ഷിക്കാൻ അവരാഗ്രഹിച്ചു. ഇതിന്റെ ഭാഗമായി ചേർന്ന ഒരു പൊതുയോഗത്തിലാണ് തങ്ങളുടെ ആവശ്യങ്ങൾ റോമിലെ മാർപ്പാപ്പയെ നേരിട്ടറിയിക്കാൻ ഒരു പ്രതിനിധി സംഘത്തെ അയക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതൊരു വ്യക്തിപരമായ തീരുമാനമായിരുന്നില്ല, ഒരു സമൂഹം ഒന്നടങ്കം എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു ഈ യാത്ര. അതെ, ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയത് മാർ യൗസേപ്പ് കരിയാറ്റിലാണ്. അദ്ദേഹത്തെ കരിയാറ്റിൽ മൽപ്പാൻ എന്നും വിളിക്കും. മൽപ്പാൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഒരു പ്രധാന പണ്ഡിതൻ, ഒരു ദൈവശാസ്ത്ര അധ്യാപകൻ, ഒരു ഗുരു എന്ന് നമുക്ക് പറയാം. ശരി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പള്ളികളിൽ നിന്ന് പണം പിരിച്ചാണ് ഈ യാത്രയ്ക്ക് തുടക്കമിടുന്നത്. ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ ഭാഗം, അതായത് പുസ്തകത്തിലെ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളുടെ തുടക്കം, അത് യഥാർത്ഥ ഗ്രന്ഥത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. ഓ, അങ്ങനെയാണോ? അതെ, മറ്റു ചരിത്രരേഖകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ചാണ് ഈ ഭാഗം പുനർനിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ യാത്രയിലേക്ക് കടക്കാം. 1778 തോമ കത്തനാർ തന്റെ ഇടവകയായ കടനാട് പള്ളിയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അതൊരു മഴക്കാലമായിരുന്നു. അതെ. പക്ഷെ പുസ്തകത്തിൽ അദ്ദേഹം ഒരു രസകരമായൊരു കാര്യം പറയുന്നുണ്ടല്ലോ. തങ്ങൾ യാത്രയ്ക്കിറങ്ങുമ്പോൾ മാത്രം മഴ മാറി നിൽക്കുന്നത് ഒരു ദൈവിക ഇടപെടലായിട്ടാണ് അദ്ദേഹം കാണുന്നത്. തീർച്ചയായും. ഒരുപക്ഷേ അതവരുടെ വിശ്വാസത്തിന്റെ ഒരു കരുത്തായിരിക്കാം. ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അവർ കായംകുളം 5 തെങ്ങു വഴി കൊളാച്ചിലിൽ എത്തിയ ശേഷമാണ് കരിയാട്ടിൽ മൽപ്പാനുമായി ഒത്തുചേർന്ന് ഒരു സംഘമായി യാത്ര തുടങ്ങുന്നത്. ഇവിടെ നിന്നാണ് അവരുടെ യാത്രയിലെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത്. അവർ നേരെ പോകുന്നത് ഉദയഗിരി കോട്ടയിലേക്കാണ്. ഉദയഗിരി കോട്ട, അത് തിരുവിതാംകൂർ സൈന്യത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നില്ലേ? ഡച്ച് കപ്പിത്താനായിരുന്ന ഡിലനോയുമായി ബന്ധപ്പെട്ട സ്ഥലം. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. തിരുവിതാംകൂർ സൈന്യത്തിന്റെ മുൻ മേധാവിയായിരുന്ന ഡിലനോയുടെ കബറിടം അവിടെയായിരുന്നു. അവിടെ വെച്ച് ഈ സംഘം വളരെ ആഘോഷപൂർവമായി റാസ അർപ്പിച്ചു. റാസ എന്ന് പറഞ്ഞാല് സുറിയാനി പാരമ്പര്യത്തിലെ ഏറ്റവും ഗൗരവമേറിയതും ആഘോഷപൂർണവുമായ വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ ലത്തീൻ ആരാധനാക്രമം മാത്രം കണ്ടുപരിചയിച്ച അവിടത്തെ വിദേശ പാതിരിമാർക്കും നാട്ടുകാർക്കും കിഴക്കിന്റെ ഈ ആരാധനാരീതി ഒരു വലിയ അത്ഭുതമായിരുന്നു. അതൊരു സാധാരണ പ്രാർത്ഥനയായിരുന്നില്ല, മറിച്ച് ഞങ്ങൾ വരുന്നത് സഹായം ചോദിക്കാനാണ്, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായൊരു തനിമയും പാരമ്പര്യവുമുണ്ട് എന്നൊരു സാംസ്കാരിക പ്രഖ്യാപനവും കൂടിയായിരുന്നു അത്. ഉദയഗിരിയിൽ വെച്ച് തങ്ങളുടെ തനിമ ഉറപ്പിച്ചൊരു തുടക്കം. പക്ഷേ യാത്ര മുന്നോട്ടു പോകുന്തോറും ഓരോ സ്ഥലത്തും പുതിയ വെല്ലുവിളികളായിരുന്നുല്ലേ? തൂത്തുക്കുടിയിലെത്തിയപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ലെന്ന് തോന്നുന്നു. ഒട്ടും എളുപ്പമായിരുന്നില്ല. യാത്രയുടെ കാഠിന്യം തന്നെയായിരുന്നു ആദ്യത്തെ വില്ലൻ. ദിവസങ്ങൾ നീണ്ട നടത്തവും മോശം കാലാവസ്ഥയും അതവരെ തളർത്തി. കൂടെയുണ്ടായിരുന്ന മത്തായി എന്നൊരു കഥനാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ ക്ലേശം സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം യാത്ര മതിയാക്കി വേദനയോടെ മടങ്ങാൻ തീരുമാനിച്ചു. സംഘത്തിന് അത് ആദ്യത്തെ ഒരു തിരിച്ചടിയായിരുന്നു. തൂത്തുകുടി പട്ടണത്തിലെത്തിയപ്പോഴും അവർക്ക് പ്രതിസന്ധിയുണ്ടായി എന്ന് വായിച്ചു. താമസിക്കാൻ ഒരിടം കിട്ടാതെ അവർ ശരിക്കും വലഞ്ഞു. അതെ, അപരിചിതമായ സ്ഥലം, കയ്യിൽ വളരെ കുറച്ചു പണം. ആ സമയത്താണ് ഒരു കുപ്പായക്കാരൻ പരങ്കി, അതായത് ഒരു പോർച്ചുഗീസ് വംശജൻ, അതെ, ഒരു സാധാരണക്കാരൻ അവരെ സഹായിക്കാൻ മുന്നോട്ടു വരുന്നത്.
അദ്ദേഹം ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ തന്റെ വീട്ടിൽ അവർക്ക് ഭക്ഷണവും താമസവും നൽകി. ഇത്തരം വ്യക്തിപരമായ അപ്രതീക്ഷിത സഹായങ്ങളില്ലായിരുന്നെങ്കിൽ ഈ യാത്ര ഒരുപക്ഷെ അവിടെ വെച്ച് തന്നെ നിന്നുപോകുമായിരുന്നു. ശരിയാണ്. ആ കാലഘട്ടത്തിലെ ഒരു മനുഷ്യത്വത്തിന്റെ നേർക്കാഴ്ച. തീർച്ചയായും. അവിടെ നിന്നും യാത്ര തുടർന്ന് അവർ തരംഗമ്പാടിയിലെത്തി. അവിടെ വെച്ചാണ് ഏറ്റവും വേദനാജനകമായ ഒരു തീരുമാനം അവർക്കെടുക്കേണ്ടി വന്നത്. ശരിയാണ്. യൂറോപ്പ് വരെ കപ്പലിൽ പോകാനുള്ള പണം അതെല്ലാവർക്കും തികയില്ലെന്ന് അവർക്ക് മനസ്സിലായി. ആലോചിച്ചു നോക്കൂ, ഒരുമിച്ചൊരു ദൗത്യത്തിനായി ഇറങ്ങി തിരിച്ചവർ. ലക്ഷ്യം മുന്നിലുണ്ട്, പക്ഷേ വഴിയിൽ വെച്ച് സാമ്പത്തികം ഒരു വലിയ വില്ലനായി മാറുന്നു. അവസാനം കരിയാറ്റിൽ മൽപ്പാലും ഗ്രന്ഥകർത്താവായ തോമാ കത്തനാരും കൂടെയുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികളും മാത്രം യാത്ര തുടരാൻ തീരുമാനിച്ചു. എനിക്ക് ആ രംഗം ഓർക്കാൻ പോലും കഴിയുന്നില്ല. കൂടെ വന്നവരെ, സഹപ്രവർത്തകരെ പണമില്ലാത്തതുകൊണ്ട് വഴിയിൽ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകേണ്ടി വരിക. ആ യാത്രയുടെ ലക്ഷ്യത്തിനു വേണ്ടി അവർ വ്യക്തിപരമായി എത്ര വലിയ വിലയാണ് കൊടുത്തത്! അതൊരു വലിയ ത്യാഗമായിരുന്നു. മറ്റുള്ളവർ കണ്ണീരോടെ കേരളത്തിലേക്ക് മടങ്ങി. 4 പേരായി ചുരുങ്ങിയ സംഘം അവിടെ നിന്നാണ് മൈലാപ്പൂരിലേക്ക് പോകുന്നത്. ആ വേർപാടിന്റെ വേദന മാറുന്നതിനു മുൻപ് തന്നെ അടുത്ത ആഘാതം അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. മൈലാപ്പൂരിലെത്തിയപ്പോൾ സ്വന്തം സഭയിൽ നിന്ന് തന്നെ അവർക്കൊരു തിരിച്ചടി കിട്ടിയെന്ന് കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നു. എന്താണവിടെ സംഭവിച്ചത്? അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. മലബാറിലെ ചില യൂറോപ്യൻ മിഷണറിമാർ മൈലാപ്പൂരിലെ മെത്രാന് ഇവരെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയിരുന്നു. ഓക്കേ. കരിയാറ്റിൽ മൽപ്പാൻ സഭയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ നടക്കുന്ന ഒരു വഴക്കാളിയാണെന്നും റോമിലേക്ക് പോകുന്നത് കുഴപ്പങ്ങളുണ്ടാക്കാനാണെന്നുമായിരുന്നു അവർ പ്രചരിപ്പിച്ചത്. ഇത് വിശ്വസിച്ച മെത്രാൻ കരിയാറ്റിൽ മൽപ്പാനെ കണ്ടപ്പോൾ വളരെ മോശമായി സംസാരിക്കുകയും പരസ്യമായി അധിക്ഷേപിക്കുകയും ചെയ്തു. ഇത് അവർക്ക് വലിയൊരു ഷോക്കായിരുന്നിരിക്കണം. തീർച്ചയായും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമുണ്ട്. ചിലപ്പോൾ ഏറ്റവും വലിയ എതിർപ്പ് വരുന്നത് പുറത്തുനിന്നല്ല, അകത്തുനിന്നാണ്. തെറ്റിദ്ധാരണകൾ എത്രത്തോളം അപകടകരമാവാം എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. ശരിയാണ്. യൂറോപ്പിൽ തങ്ങൾ നേരിടാൻ പോകുന്ന രാഷ്ട്രീയ കളികളുടെയും നുണപ്രചാരണങ്ങളുടെയും ഒരു ചെറിയ സൂചന അവർക്ക് മൈലാപ്പൂരിൽ വെച്ച് കിട്ടി. എങ്കിലും അവർ തളർന്നില്ല. ചിന്നമലയിലും പെരിയമലയിലുമുള്ള വിശുദ്ധ തോമാശ്ലീഹായുടെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് അവർ ആത്മീയ ശക്തി നേടി. പിന്നീട് സത്യം മനസ്സിലാക്കിയ മൈലാപ്പൂർ മെത്രാൻ അവരോട് ക്ഷമ ചോദിക്കുകയും യാത്രയ്ക്ക് അനുഗ്രഹം നൽകുകയും ചെയ്തു. അങ്ങനെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് അവർ യൂറോപ്പിലേക്കുള്ള കപ്പൽ യാത്രയ്ക്ക് തയ്യാറായി. എസ്പെറാസ എന്ന പോർച്ചുഗീസ് കപ്പലിലാണ് അവർ സ്ഥലമുറപ്പിച്ചത്. 1778 നവംബർ 14 ചെന്നൈയിൽ നിന്ന് ആ ചരിത്രയാത്രയുടെ അടുത്ത ഘട്ടം ആരംഭിച്ചു, കടൽ യാത്ര. ആ യാത്ര അതൊരു പേടിസ്വപ്നം പോലെയായിരുന്നു. ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്ന യാത്ര, കടൽ ചുരുക്ക്, മോശം ഭക്ഷണം, ഇതിനെല്ലാം പുറമെയാണ് കരിയാറ്റിൽ മൽപ്പാന് ഭീകരമായ ഒരു രോഗം പിടിപെടുന്നത്. എന്തായിരുന്നു അത്? അദ്ദേഹത്തിന്റെ കാലുകളിലും കൈകളിലും വലിയ വ്രണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. വേദന കൊണ്ട് പുഴഞ്ഞ അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി. കപ്പലിലെ ഡോക്ടർമാർ പോലും കൈവിട്ട അവസ്ഥ. സംഘത്തിന്റെ നേതാവ് തന്നെ ഇല്ലാതായാൽ ദൗത്യം അവിടെ അവസാനിക്കും. ഗ്രന്ഥത്തിൽ പറയുന്നത് വിശുദ്ധ സെബസ്റ്റ്യാനോസിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹം അത്ഭുതകരമായി സുഖം പ്രാപിച്ചു എന്നാണ്. പക്ഷേ ഒരു ആധുനിക വായനക്കാരന് സംശയം തോന്നാം. ഒരുപക്ഷെ അത് മരുന്നുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനോധൈര്യമോ ആവാം രോഗം ഭേദമാക്കിയത് എന്ന് ചിന്തിച്ചുകൂടെ? തീർച്ചയായും ആ ഒരു കാഴ്ചപ്പാടിൽ നമുക്കിതിനെ കാണാം. പക്ഷേ നമുക്ക് ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ വിശ്വാസത്തെയും മനസ്സിലാക്കണം. അവർക്ക് ആ പ്രാർത്ഥന നൽകിയ മാനസികമായ കരുത്താണ് ഒരുപക്ഷേ ശാരീരികമായ സൗഖ്യത്തിലേക്ക് നയിച്ചത്. ശരിയാണ്. ദൗത്യം പരാജയപ്പെടുമെന്ന ഘട്ടത്തിൽ അതവർക്ക് കിട്ടിയൊരു പിടിവള്ളിയായിരുന്നു. രോഗം എന്തുതന്നെയായാലും അതിനെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം അവർക്ക് തിരികെ കിട്ടി. അത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനം. ഏകദേശം 3 മാസത്തെ ദുരിതപൂർണമായ യാത്രയ്ക്ക് ശേഷം 1779 ഫെബ്രുവരിയിൽ കപ്പൽ ആദ്യമായി ഒരു കരയടുപ്പിച്ചു. അത് യൂറോപ്പിലായിരുന്നില്ല, ആഫ്രിക്കയിലായിരുന്നു, ബെങ്ക്വേല എന്ന സ്ഥലത്ത്. അതെ, പോർച്ചുഗീസ് കോളനിയായിരുന്ന ഇന്നത്തെ അങ്കോളയിലെ ബെങ്ക്വേല. ആഫ്രിക്കൻ വൻകരയുമായുള്ള അവരുടെ ആദ്യത്തെ അനുഭവമായിരുന്നു അത്. അവിടുത്തെ കഠിനമായ ചൂടിനെയും അനാരോഗ്യകരമായ കാലാവസ്ഥയെയും പറ്റി ഗ്രന്ഥകർത്താവ് വിശദമായി എഴുതുന്നുണ്ട്. വെള്ളത്തിനു പോലും ക്ഷാമമുള്ള രോഗങ്ങൾ നിറഞ്ഞ ഒരിടം. അതൊരു പുതിയ ലോകം, പുതിയ വെല്ലുവിളികൾ. അതെ. ഓക്കെ,
അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് അവർ നേരെ യൂറോപ്പിലേക്കല്ല പോയത്. എന്നെ ശരിക്കും അതിശയിപ്പിച്ചൊരു കാര്യമാണത്. അവർ അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ബ്രസീലിലാണ് എത്തുന്നത്, അതായത് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ. എന്തിനായിരുന്നു ആ വഴിതിരിവ്? അന്നത്തെ കപ്പൽ യാത്രകൾ ഇന്നത്തെ പോലെ നേർരേഖയിലായിരുന്നില്ല. കാറ്റിന്റെ ഗതിയും വ്യാപാര ബന്ധങ്ങളും അനുസരിച്ചായിരുന്നു കപ്പലുകളുടെ സഞ്ചാരപാത. പോർച്ചുഗീസ് കപ്പലുകൾക്ക് ബ്രസീലുമായി ശക്തമായ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ബ്രസീലിലെ ബാഹ്യ എന്ന തുറമുഖത്ത് നിർത്തുന്നത് സാധാരണയായിരുന്നു. ഓക്കെ. പക്ഷേ നമ്മുടെ യാത്രികർക്ക് അതൊരു സാധാരണ സ്റ്റോപ്പ് ആയിരുന്നില്ല. അവിടെ എന്താണ് സംഭവിച്ചത്? അവരെ അവിടുത്തെ മെത്രാപ്പോലിത വലിയ ആദരവോടെ സ്വീകരിച്ചു എന്നാണല്ലോ പുസ്തകത്തിൽ പറയുന്നത്. അതെ, അവർക്ക് വളരെ നല്ല സ്വീകരണമാണ് ലഭിച്ചത്. പക്ഷേ ഈ യാത്രയിലെ ഏറ്റവും നിർണായകമായൊരു സംഭവം നടക്കുന്നത് അവിടെ വച്ചാണ്. പതിവ് പോലെ നമ്മുടെ യാത്രികർ അവിടെ സുറിയാനി ഭാഷയിൽ അവരുടെ തനതായ രീതിയിൽ കുർബാന അർപ്പിച്ചു. ഇത് കണ്ട ബ്രസീലിലെ ജനങ്ങളും വൈദികരും അത്ഭുതപ്പെട്ടുപോയി. കത്തോലിക്കാ സഭയിൽ ഇങ്ങനെയും ആരാധനാക്രമങ്ങളുണ്ടോ എന്നായിരുന്നു അവരുടെ സംശയം. അപ്പോ അവിടുത്തെ മെത്രാപ്പോലിത്ത് ഒരു ഉപദേശം നൽകി, അല്ലേ? യൂറോപ്പിലെ നിങ്ങൾക്ക് സ്വീകാര്യത കിട്ടണമെങ്കിൽ ഈ സുറിയാനി രീതികളൊക്കെ വിട്ട് ലത്തീൻ രീതിയിലേക്ക് മാറുന്നതാണ് നല്ലതെന്ന്. അതെ, വളരെ നല്ല ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. നിങ്ങൾ റോമിലേക്കല്ലേ പോകുന്നത്, അവിടത്തെ രീതികൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് അദ്ദേഹം ഉപദേശിച്ചു. എന്നിട്ട് ലത്തീൻ ആരാധനാക്രമം പഠിപ്പിക്കാൻ ഒരു പുരോഹിതനെ ഏർപ്പാടാക്കി തരാമെന്നും വാഗ്ദാനം ചെയ്തു. പക്ഷെ അവർ ആ നിർദ്ദേശം സ്നേഹപൂർവ്വം നിരസിച്ചു. ഇവിടെയാണ് ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു സഹായം ചോദിച്ചുള്ള യാത്ര മാത്രമല്ല, അതൊരു സാംസ്കാരിക നിലപാടുകൂടിയായിരുന്നു. ഞങ്ങൾ നിങ്ങളെപ്പോലെ ആകാൻ വന്നവരല്ല, ഞങ്ങളായി നിന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വന്നവരാണ് എന്നതായിരുന്നു അവരുടെ ഉറച്ച നിലപാട്. തങ്ങൾ ജനിച്ചതും വളർന്നതും തങ്ങളുടെ നാട്ടിൽ പ്രചാരത്തിലുള്ളതുമായ ക്രമം മാറ്റുന്നത് ശരിയല്ലെന്ന് അവർ ആ മെത്രാപ്പോലിത്തയോട് തറപ്പിച്ചു പറഞ്ഞു. ആ കാലഘട്ടത്തില് ഒരു യൂറോപ്യൻ മെത്രാപ്പോലീത്തയുടെ മുന്നിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എത്രത്തോളം ധീരമായ കാര്യമാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ശരിയാണ്. അതവരുടെ ആത്മവിശ്വാസത്തെയും സ്വന്തം പാരമ്പര്യത്തിലുള്ള അഭിമാനത്തെയുമാണ് കാണിക്കുന്നത്. അങ്ങനെ മാസങ്ങൾ നീണ്ട പ്രതിസന്ധികളും അത്ഭുതങ്ങളും ആശയപരമായ നിലപാടുകളും നിറഞ്ഞ ആ കടൽ യാത്രയ്ക്ക് ശേഷം 1779 ജൂലൈ മാസം അവർ ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തിന്റെ പടിവാതിൽക്കലെത്തി. അതെ, പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ അവർ കപ്പലിറങ്ങി. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും താണ്ടി ആഫ്രിക്കൻ അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ സ്പർശിച്ച് ഒടുവിൽ യൂറോപ്പിന്റെ മണ്ണിലെത്തിയിരിക്കുന്നു. ലിസ്ബണിലെ സാവോബെന്തോ എന്ന ആശ്രമത്തിൽ അവർ താമസമാക്കി. യാത്രയുടെ ഒന്നാം ഘട്ടം അവിടെ പൂർത്തിയായി. അതെ, അവിശ്വസനീയമായൊരു യാത്രയുടെ ആദ്യഘട്ടമാണിത്. രോഗം, പണമില്ലായ്മ, ഒറ്റപ്പെടൽ, കൂടെയുള്ളവരുടെ വേർപാട്, തെറ്റിദ്ധാരണകൾ ഇതെല്ലാം അതിജീവിച്ച് 3 ഭൂഖണ്ഡങ്ങൾ താണ്ടി ആ 4-അംഗ സംഘം ലിസ്ബണിലെത്തിയിരിക്കുന്നു. അവരുടെ നിശ്ചയദാർഢ്യം എത്ര വലുതായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു. തീർച്ചയായും അവർ യൂറോപ്പിൽ എത്തിയെന്നത് ശരിയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവരുടെ യഥാർത്ഥ ദൗത്യം ആരംഭിക്കാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഇതുവരെ നേരിട്ടത് പ്രകൃതിയുടെ വെല്ലുവിളികളായിരുന്നു, കടലിലെ കൊടുങ്കാറ്റും രോഗങ്ങളും. എന്നാൽ ഇനി അവർ നേരിടാൻ പോകുന്നത് മനുഷ്യനിർമ്മിതമായ കൊടുങ്കാറ്റുകളാണ്. അതായത് യൂറോപ്പിലെ അധികാര ഇടനാഴികളിലെ പ്രശ്നങ്ങൾ. അതെ, യൂറോപ്പിലെ അധികാര ഇടനാഴികളിലെ ചരടുവലികളും രാഷ്ട്രീയവും. മലബാറിലെ ഒരു ചെറിയ സമൂഹത്തിന്റെ ശബ്ദം യൂറോപ്പിലെ ശക്തമായ സഭാനേതൃത്വത്തിനു മുന്നിൽ അവർ എങ്ങനെ അവതരിപ്പിക്കും? അവരുടെ വാക്കുകൾക്ക് ആരെങ്കിലും വില കൽപ്പിക്കുമോ? അതായിരുന്നു അവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ആ ചോദ്യം നമുക്ക് നിങ്ങളുടെ ചിന്തകൾക്കായി വിട്ടുതരുന്നു.